ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുങ്ങൾക്ക് ഏത് ഫുഡും കഴിക്കാം. എന്നാൽ പ്രായമുള്ള ആൾക്കാർക്ക് അവർക്ക് കാർബോഹൈഡ്രേറ്റ് ഫുഡ്, അത് അന്നജം, അതായത് റൈസ് ഇതര ആഹാരങ്ങൾ കുറച്ചുകൊണ്ട് പ്രോട്ടീൻ ധാരാളമായിട്ട് കഴിക്കണം. അത് ബോൺസിൻ്റെതും കാൽസ്യം പ്രോട്ടീൻസും ഒക്കെ ധാരാളം വേണം. അപ്പം അവർക്ക് പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് മോൻസി. വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, അതിനായി ഞാനൊരു ചെറിയ ഗ്ലാസ് മിൽക്ക് എടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് സ്മൂത്തിയാണ്, 2 പോർഷൻ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 1 ഗ്ലാസ് മിൽക്ക് എടുത്തിട്ടുള്ളൂ. ആ ഒരു ചെറിയ കപ്പ് യോഗട്ട് അതിനാവശ്യമാണ്. അതുകൂടാതെ ഞാനൊരു മാംഗോയുടെ ഒരു സ്ലൈസ് അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം മാംഗോയുടെ ഒരു സ്ലൈസ് ചോപ്പ് ചെയ്ത് വെച്ചു. ഏതാനും ആൽമണ്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഏതാനും കാഷ്യൂനട്ട് അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ബനാന, നമുക്ക് പൂവമ്പഴമാണ് ഏറ്റവും ഉത്തമം, അതിൻ്റെ ഹാഫ് മതിയാവും. ഫ്ലേവറിന് വേണ്ടി നമുക്ക് അല്പം ഏലക്കാപ്പൊടി ചേർക്കാം. അതുപോലെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗർ, എനിക്ക് ഷുഗർ താല്പര്യമുണ്ട്, ഷുഗർ ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതെല്ലാം ചേർത്ത് ഞാനിപ്പം ഒരു ജാറിലേക്ക് ചേർത്ത് ഞാനത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഷുഗർ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഷുഗർ ഇല്ലാതെ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ അതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ്. ഒരുപാട് സ്മൂത്തായി ബ്ലെൻഡ് ചെയ്യണമെന്നില്ല, കാരണം ആ കാഷ്യൂനട്ട് ആൽമണ്ടൊക്കെ അല്പം ക്രഞ്ചി ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരു ടിറ്റ്ബിറ്റ് കിട്ടും. അപ്പോൾ അത് ഏറ്റവും നല്ലതായിരിക്കും, നല്ല ടേസ്റ്റും നല്ല ടിറ്റ്ബിറ്റും കിട്ടുമ്പോൾ നല്ലത്. അത് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി. അതിനുശേഷം ഞാനൊരു മാംഗോയുടെ അല്പം എടുത്ത് ചോപ്പ് ചെയ്ത് മാംഗോ മുകളിൽ ഞാൻ ഗാർണിഷായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നല്ല ഫ്ലേവർ നമ്മൾ കുടിക്കുമ്പോൾ അത് നമ്മുടെ ചെറിയൊരു ബിറ്റ് കിട്ടും. അപ്പോൾ കൂടുതൽ ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടി അത് ഞാൻ ഗാർണിഷായിട്ടിട്ടു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു നല്ല വീഡിയോയോട് കാണാം. താങ്ക് യു വെരി മച്ച്.